ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹെബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിലൂടെ നമ്മളൊന്നും കൂടെ കടന്നു പോകുകയാണ്. എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പിൻ. വിശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. അതായത് വിശുദ്ധീകരണത്തിനുള്ള ഒരു വഴിയായിട്ട് കർത്താവ് പറഞ്ഞിരിക്കുന്നതാണ് എല്ലാവരോടും സമാധാനത്തിൽ വർത്തിക്കണം, വിശുദ്ധീകരണം പ്രാപിക്കാൻ ഉത്സാഹിക്കണം. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എല്ലാവരോടും സമാധാനത്തിൽ വർത്തിക്കണം. പക്ഷേ ഇത് കൽപ്പനയായിട്ടല്ല കർത്താവ് പറഞ്ഞേക്കുന്നത്. കൽപ്പനയായിട്ട് പറയാഞ്ഞതിൻ്റെ കാര്യം നമുക്ക് മനസ്സിലാക്കാം. ഇത് പാപമായി മാറരുതെന്ന് ദൈവം തന്നെ ചിന്തിക്കുന്നു. സദൃശവാക്യം 13-1 പറയുന്നത്, ജ്ഞാനമുള്ള മകൻ അപ്പൻ്റെ പ്രബോധനം കൈക്കൊള്ളുന്നു, പരിഹാസിയോ ശാസന കേട്ട് അനുസരിക്കുന്നില്ല. ഈ ശാസന കേട്ടനുസരിക്കാത്ത പരിഹാസിയോട് സമാധാനത്തിൽ വർത്തിക്കാനും നമുക്ക് പറ്റില്ല. ശാസന, പ്രബോധനം ഒരുത്തനോട് നമ്മൾ പറഞ്ഞിട്ട് അവനതനുസരിക്കുന്നില്ലത്തവനാണെങ്കിൽ, അതനുസരിക്കാത്ത ഒരുത്തനോട് സമാധാനത്തിൽ വർത്തിക്കാൻ, അവനോട് സഹകരിക്കാൻ, അവൻ്റെ കൂടെ സഹകരിച്ച് ജീവിക്കാൻ കഴിയില്ല. അതൊരു കറക്റ്റായ കാര്യമാണ്. അപ്പോൾ ശാസന കേട്ട് അനുസരിക്കാത്ത പരിഹാസിയായ മനുഷ്യനോട് നമുക്ക് സമാധാനത്തിൽ സഹകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. അവനെ ഒഴിഞ്ഞു നിൽക്കാനേ പറ്റുള്ളൂ. കാരണം ഇവന് സഭയ്ക്കകത്തുള്ളവൻ തന്നെയാണ്. വചനത്തിൻ്റെ വ്യവസ്ഥ അതാ. ഇനി ഹെബ്രായ ലേഖനത്തിൽ തന്നെ 4-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം പറയുന്നത്, ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതും ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധി മഞ്ചകളെയും വേർപെടുത്തും വരെ തുളച്ചു കയറുന്നതും ഹൃദയത്തിലെ ചിന്തകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. ദൈവത്തിൻ്റെ വചനത്തിന് ഇരുവായ്ത്തല മൂർച്ചയുണ്ട്. ഇരുവായ്ത്തല മൂർച്ചയുണ്ട് എന്ന് പറഞ്ഞാൽ രണ്ട് വശത്തും മൂർച്ചയുണ്ട് എന്ന് പറഞ്ഞാൽ, ഇച്ചിരൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ, ഇതിന് എങ്ങോട്ട് തിരിഞ്ഞാലും മൂർച്ചയുണ്ട്. ഈ ആദത്തിനെയും ഹൗവായെയും ഏദൻ തോട്ടത്തിൽ നിന്ന് ഇറക്കി വിട്ട ശേഷം ദൈവം അവിടെ ഒരു വാളിനെ സ്ഥാപിച്ചതായിട്ട് നമ്മൾ വായിക്കുന്നു. അത് ഉൽപ്പത്തി 3-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യമാണ്. മനുഷ്യനെ പുറത്താക്കിയ ശേഷം അവിടുന്ന് ജീവവൃക്ഷത്തിലേക്കുള്ള വഴി കാക്കുന്നതിന് ഏദൻ തോട്ടത്തിന് കിഴക്ക് കെരൂബുകളെയും തിരിഞ്ഞുകൊണ്ടിരുന്ന വാളിൻ്റെ ജ്വാലയെ സ്ഥാപിച്ചു. എന്ന് പറഞ്ഞാൽ വാൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം തിരിയും. അങ്ങനെ തിരിഞ്ഞാൽ എതിലൂടെ ചെന്നാലും മുറിയും. ഈ ദൈവത്തിൻ്റെ വചനം അങ്ങനെ തന്നെയാണ്. പ്രസംഗിക്കുന്ന വ്യക്തിയെ, പ്രസംഗം കേൾക്കുന്ന വ്യക്തിയെയും വീഴ്ചയുണ്ടെങ്കിൽ അതുപോലെ ഇത് കയറി മുറിക്കും. എന്ന് പറഞ്ഞാൽ ഈ ദൈവത്തിൻ്റെ വചനം ഒരറ്റത്ത് പിടിയുള്ളതും പ്രസംഗിക്കുന്നവന് സൗകര്യം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടാവുന്നതൊന്നുമല്ല. എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഇതിപ്പോൾ ഒരു വാളാണ്, ഈ സൈഡിലും മൂർച്ചയുണ്ട്, ഇവിടെ പിടിയുണ്ടെങ്കിൽ ഇങ്ങനെ പിടിച്ചിട്ട് വെട്ടാവുന്നുള്ളതല്ല ഇതിനർത്ഥം. ഈ സൈഡിലും കൂടെ മൂർച്ചയുണ്ടെങ്കിൽ എവിടെ പിടിക്കും? ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തും. അതുകൊണ്ടിപ്പോൾ സംഭവിക്കുന്നത് എന്നാന്ന് ചോദിച്ചാൽ, നമ്മുടെ ദേശത്തെ സഭകളിൽ ഈ പ്രസംഗിക്കുന്നവർക്ക് വീഴ്ചയുള്ള വിഷയങ്ങൾ അവർ മിണ്ടുകല. മദ്യപാന കേസ് വീണിട്ടുള്ളവൻ പിന്നെ അവൻ പറയും, മദ്യപിച്ചുകൊണ്ട് ഞാൻ സ്വർഗത്തിൽ പോകുന്നത് വേണേ കാണിച്ചു തരാമെന്ന് പറയും. കാണിക്കാൻ അവൻ്റെ ജീവിതത്തിൽ അവൻ തന്നെ പറയുന്നത് അവൻ സ്വർഗത്തിൽ പോകുന്ന. പക്ഷേ ദൈവവചനമൊന്നും അവന് വിഷയമല്ല. വ്യഭിചാര കേസിൽ പെട്ടവനെ സംബന്ധിച്ച് അവൻ പിന്നെ വ്യഭിചാരത്തിൻ്റെ കേസ് മിണ്ടാനേ പോകുന്നില്ല. ഈ ചാറ്റിങ്ങിൽ ഇടപെട്ട് വശക്കേടായി നിൽക്കുന്നവൻ, അവനൊരിക്കലും ചാറ്റിങ്ങിൻ്റെ കാര്യം സഭയെ മിണ്ടുകല. കാരണം അവനകത്ത് പ്രതിയാണ്. നീലപ്പടം കാണുന്നവൻ ഒരിക്കലും സഭയിൽ ആ ഒരു കാര്യം മിണ്ടുകല. കാരണം അവനിത് പറയുമ്പോൾ അവൻ്റെ ഉള്ളിൽ കുറ്റബോധം കയറി വരും. അതായി വചനം കുത്തുക എന്ന് പറയുന്നത്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തും. അപ്പോൾ അതൊന്നും അവൻ പറയാൻ പോകുന്നില്ല. അങ്ങനെ വരുമ്പോൾ ശുദ്ധീകരണം നടക്കാതെ വരും. അതുകൊണ്ടാണ് ഒരു ശുശ്രൂഷകൻ വിശുദ്ധനായിരിക്കണമെന്ന് പറയുന്നത്. അവന് എന്തെങ്കിലും വീഴ്ചകളുണ്ടെങ്കിൽ അത് ദൈവത്തോട് ഏറ്റുപറഞ്ഞ് നിരപ്പ് പ്രാപിക്കുകയും വെറുത്തുപേക്ഷിക്കുകയും ചെയ്യണം. ഈ പറയുന്നവനെയും കേൾക്കുന്നവനെയും ഒരുപോലെ മുറിക്കുന്നുണ്ടെങ്കിലേ ആ വചനത്തിൻ്റെ ശുശ്രൂഷയുടെ സമയത്ത് അവിടെ പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്നുള്ളൂ. തന്നെയുമല്ല, ഈ വചനം ശുശ്രൂഷിക്കുമ്പോൾ ഈ പറയുന്നവനെയും കൂടെ ശുദ്ധീകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ അതൊരു വചന ശുശ്രൂഷ പോലുമല്ല, അത് വചനം വെച്ചുള്ള അടി മാത്രമാണ്. അപ്പോൾ ഇനി
ദൈവവചനം മുറിക്കുന്നത് നശിപ്പിക്കാനോ വെട്ടിക്കളയാനോ ഒന്നുമല്ല. അതിനെ മുറിച്ച് സൗഖ്യമാക്കാൻ വേണ്ടിയിട്ടാണ് ദൈവവചനം ഒരു വ്യക്തിയെ മുറിക്കുന്നത്. അധിക ഫലം കായ്ക്കാനാണ് മുറിക്കുന്നത്. ഈ സാത്താൻ മുറിക്കുന്നുണ്ട്, ദൈവം മുറിക്കുന്നുണ്ട്. ദൈവം പരിശുദ്ധാത്മാവായതുകൊണ്ട് അതിൻ്റെ ഉദ്ദേശം, ആ പരിശുദ്ധാത്മാവിൻ്റെ മുറിക്കേണ്ട ഉദ്ദേശം വേറൊന്നാണ്. സാത്താൻ അശുദ്ധാത്മാവായതുകൊണ്ട് സാത്താൻ്റെ മുറിക്കേണ്ട ഉദ്ദേശം വേറൊന്നാണ്. ദൈവം മുറിക്കുന്നതിൻ്റെ ഉദ്ദേശം വേറെ, സാത്താൻ മുറിക്കുന്നതിൻ്റെ ഉദ്ദേശം വേറെ. ദൈവം പരിശുദ്ധാത്മാവാകയാൽ, അല്ലെങ്കിൽ ദൈവം പരിശുദ്ധാത്മാവാകയാൽ, വിശുദ്ധിയുടെ ആത്മാവാകയാൽ വിശുദ്ധനായി നിലനിർത്താൻ വേണ്ടി ദൈവം മുറിക്കും. എന്ന് പറഞ്ഞാൽ വിശുദ്ധിക്ക് തടസ്സമായ കാര്യങ്ങളാണ് ദൈവം മുറിച്ച് കളയുന്നത്. എന്നാൽ സാത്താൻ അശുദ്ധാത്മാവായതുകൊണ്ട് അശുദ്ധിക്ക് വേണ്ടത് അവൻ നിർത്തും, വിശുദ്ധിയുടെ സംവിധാനം അവൻ മുറിച്ച് കളയും. പക്ഷേ സാത്താൻ കയറി മുറിക്കണോ വേണ്ടയോ എന്ന് ആ വ്യക്തിക്ക് തീരുമാനിക്കാം. അവിടെയാണ് സ്വാതന്ത്ര്യം കിടക്കുന്നത്. ഇപ്പോൾ എൻ്റെ ഉള്ളിൽ സാത്താനാണ് കയറാൻ ഞാൻ അവസരം കൊടുത്തെങ്കിൽ വിശുദ്ധിക്ക് സാധ്യമായതെല്ലാം സാത്താൻ മുറിച്ച് കളയും. പക്ഷേ സാത്താൻ കയറാൻ ഞാൻ അനുവാദം കൊടുക്കണം. ദൈവമാണ് എൻ്റെ ഉള്ളിൽ പരിവർത്തിക്കുന്നതെങ്കിൽ അതിന് ഞാൻ തന്നെ അനുവാദം കൊടുക്കണം. അതുകൊണ്ടാണ് തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചെന്ന് പറയുമ്പോൾ, നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുമ്പോൾ ആദത്തിനും ഹവ്വായ്ക്കും അവരുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാനും സാത്താന് പ്രവർത്തിക്കാനും സ്വാതന്ത്ര്യം കൊടുക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ടായിരുന്നു. അപ്പോൾ ഈ വിശുദ്ധമായതിന് തടസ്സമായത് ദൈവം മുറിക്കും നമ്മൾ സ്വാതന്ത്ര്യം കൊടുത്താൽ. എന്നാൽ വിശുദ്ധി ഉണ്ടാകാതിരിക്കാനുള്ളത് സാത്താൻ മുറിക്കും. അത് മനുഷ്യൻ തന്നെ സ്വാതന്ത്ര്യം കൊടുത്താലാണ്. വാക്യം വായിക്കാം. യോഹന്നാൻ 10:10. യോഹന്നാൻ 10:10 പറയുന്നത്, മോഷ്ടിക്കുവാനും കൊല്ലുവാനും മുടിക്കുവാനുമാണ് കള്ളം വരുന്നത്, എന്നാൽ അവർക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധിയാനും ഉണ്ടാകാനും അത്ര ഞാൻ വരുന്നത്. ഇത് അറക്കാനും മുടിക്കാനും കൊല്ലാനും എന്നാണ് പൊതുവെ പെന്തക്കോസുകോളം പഠിച്ചു വച്ചിരിക്കുന്നത്. അറക്കാനും മുടിക്കാനും കൊല്ലാനും. പക്ഷേ സത്യവേദ പുസ്തകത്തിലും അങ്ങനെയല്ല അത് കിടക്കുന്നത്. അതിൻ്റെ ഓർഡർ ആദ്യം മോഷ്ടിക്കാനാണ്. ഞാൻ വിശ്വാസികളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ നന്മകൾ മോഷ്ടിച്ചാണ് സാത്താൻ തുടങ്ങുന്നത്. നിങ്ങളുടെ സാമ്പത്തിക നന്മ, കുഞ്ഞുങ്ങളുടെ ഭാവി, അങ്ങനെ ഓരോന്നോരോന്ന് മോഷ്ടിച്ചാണ് ഈ കള്ളൻ തുടങ്ങുന്നത്. നമ്മളിപ്പോൾ ഒരു കള്ളൻ വീട്ടിൽ വരുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, കള്ളൻ സാധാരണ വീട്ടിൽ വരുമ്പോൾ കള്ളൻ്റെ വരവിൻ്റെ ഉദ്ദേശം കൊല്ലുക എന്നതല്ല. കള്ളൻ്റെ വരവിൻ്റെ ഉദ്ദേശം മോഷ്ടിക്കുക എന്നുള്ളതാണ്. ഈ മോഷണത്തിൻ്റെ ഇടയ്ക്ക് പിടിക്കപ്പെടുമെന്ന് തോന്നുമ്പോൾ രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയ്ക്കാണ് പൊതുവെ കള്ളന്മാർ കൊല്ലുന്നത്. അല്ലാതെ കള്ളൻ പൊതുവെ കൊല്ലാൻ വേണ്ടി വരുന്ന ആളല്ല കള്ളം വരുന്നത്. കൊള്ളക്കാരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. കൊള്ളക്കാർ വന്ന് ആദ്യം കൊന്നിട്ടാണ് ബാക്കി പരിപാടി പക്ഷെ അങ്ങനെയല്ല. ഈ കള്ളനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് മോഷ്ടിക്കുവാനും കൊല്ലുവാനും മുടിക്കുവാനുമാണ് കള്ളം വരുന്നത് എന്ന് പറഞ്ഞാൽ സാത്താനെ കള്ളൻ എന്നാണ് വിളിക്കുന്നത്, ദൈവവചനം വിളിക്കുന്നത്. ദൈവമക്കൾക്കുള്ള വിശ്വാസികൾക്കുള്ള നന്മകളെ മോഷ്ടിക്കുക. പാത്തും പതുങ്ങിയും വന്ന് അത് ചെയ്യുന്നത്. അങ്ങനെ മോഷ്ടിച്ച് കഴിഞ്ഞിട്ടാണ് അവൻ രണ്ടാമത്തെ കാര്യമാണ് കൊല, മൂന്നാമത്തെ കാര്യമാണ് മുടിക്കൽ. കൃത്യമായിട്ടും അതങ്ങനെയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം എഴുതി വച്ചിരിക്കുന്നത് തിരിച്ചും മറിച്ചും നമ്മുടെ സൗകര്യത്തിനാക്കരുത്. ആക്കിയാൽ അതിനകത്ത് അത് ഒരു തരത്തിലും ഒക്കാതെ വരും. അപ്പോൾ യോഹന്നാൻ 10:10 അതിൻ്റെ രീതിയിൽ തന്നെ ആദ്യം മോഷണം. കള്ളം വരുന്നത് എന്തിനാണ്? മോഷ്ടിക്കാൻ. മോഷണം പരാജയപ്പെടുത്തുകയോ തടയുകയോ ചെയ്താലേ അവൻ ആക്രമിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ മോഷണം ഉണ്ടെങ്കിൽ നന്മകൾ മുഴുവൻ അടിച്ചു മാറ്റുകയാണെങ്കിൽ, ഇപ്പോൾ സത്യം പറഞ്ഞാൽ കേരളത്തിലെ പെന്തക്കോസ്ത് കോളത്തിലുള്ള സാധാരണ 90% ജനത്തിൻ്റെ നന്മകൾ മുഴുവൻ സാത്താൻ അടിച്ചു മാറ്റി. ഇരിക്കുന്നത് ദൈവസഭയിലാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഒരുത്തനും ഒരു ഗതിയില്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ പ്രസംഗം കേൾക്കുന്ന ആളുകളൊക്കെ നിങ്ങളെ തന്നെ ഒന്ന് ശോധന ചെയ്തോ, ഞാൻ പറയുന്നത് സത്യമാണെന്ന് തോന്നുന്നെങ്കിൽ. അപ്പോൾ ദൈവം അറക്കുന്നത് ജീവൻ ഉണ്ടാകാനാണ്, സാത്താൻ അറക്കുന്നത് ജീവൻ കളയാനാണ്. യോഹന്നാൻ 10:9 പറയുന്നത്, ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും, അവൻ അകത്ത് വരികയും പുറത്തു പോവുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും. അതായത് വാതിലുണ്ടെങ്കിൽ അവിടെ ഒരു വഴിയുണ്ട്. ഇനി വാതിലുകളെല്ലാം തുറക്കുന്നത് വഴികളിലോട്ടാണ്. ഈ വാതിലുകൾ നല്ല സാഹചര്യത്തിലേക്കുള്ള വാതിലുമുണ്ട്, മോശം സാഹചര്യത്തിലേക്കുള്ള വാതിലുകളുമുണ്ട്. ഈ ദൈവാത്മാവ് വരുന്നത് പരിപൂർണതയിലേക്ക് വളർത്തുവാനാണ്. സാത്താൻ വരുന്നത് കൊല്ലാനാണ്. അപ്പോൾ സാത്താനാൽ നയിക്കപ്പെടുന്ന പരിഹാസിയായ വ്യക്തി,
ഇവനും സഭയിലായിരിക്കുന്നത്. ഇവനോട് സമാധാനത്തിൽ വർത്തിക്കാൻ കഴിയില്ലാത്തത് കൊണ്ടാണ് ഹെബ്രായ ലേഖനം 12:14 പറഞ്ഞത്, അത് ഉത്സാഹിപ്പിൻ. പൂർണ്ണമായിട്ടും വേണമെന്നല്ല, ചുമ്മാ നമ്മൾ അന്ധമായ മതം പറഞ്ഞാൽ അങ്ങനെ അങ്ങ് ചെയ്യുന്ന അർത്ഥം. പക്ഷേ അതല്ല, പറ്റുകയല്ലാത്ത ചില കാര്യങ്ങൾ പറ്റുകയല്ലെന്ന് ബൈബിൾ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചിലതിനോട് ചേരാൻ കഴിയില്ല എന്ന് ദൈവവചനം തന്നെ പറയുന്നു. അവനെ വിളിക്കുന്ന പേരാണ് പരിഹാസി, മൂഢൻ, വകതിരിവില്ലാത്തവൻ, വിവേകമില്ലാത്തവൻ, വിഡ്ഢി എന്നൊക്കെ ബൈബിൾ വിളിക്കുന്നു. ഇവൻ സത്യത്തിലുള്ളത് ദൈവസഭയിലുമാണ്. പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവായി ഞങ്ങളുടെ നല്ല ദൈവമേ, ഏതൊക്കെ ബന്ധങ്ങൾ കർത്താവേ ഞങ്ങൾക്കൊരു വിശുദ്ധീകരണത്തിന്, ആരോഗ്യകരമായ ക്രിസ്തീയ ജീവിതത്തിന്, സമാധാനത്തിൽ കൊണ്ടു നടക്കാൻ കഴിയുന്നത്, അത് തിരിച്ചറിഞ്ഞ് അതിൽ മുന്നേറുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. എന്നാൽ കർത്താവേ, എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് ശത്രുതകൾ ഉണ്ടാക്കി ഞങ്ങളുടെ ജീവിതത്തിലെ വിജയങ്ങൾക്ക് എതിർ പ്രാർത്ഥനകളും ആഭിചാരങ്ങളും ദുഷ്ടതകളും ഒന്നും വരാത്ത വണ്ണം സമാധാനത്തിൽ ജീവിക്കുവാൻ ദൈവമേ ഞങ്ങളെ സഹായിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേൾവിക്കാരുടെ ജീവിതത്തിൽ കർത്താവെ, തുടരേണ്ട ബന്ധങ്ങൾ സമാധാനത്തിൽ തുടരാനും തുടരേണ്ടാത്തത് പിണക്കമില്ലാതെ ഒഴിഞ്ഞൊഴിഞ്ഞ് പോകുവാനും കർത്താവെ സമാധാനത്തിൽ ജീവിക്കുവാനും, എന്നാൽ മനഃപൂർവ്വം വ്യക്തികളെ ഒഴിവാക്കേണ്ടതിന് ഒഴിവായി മാറാതെയും യോഗ്യമായി നിലനിൽക്കുവാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.